മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പിശാച് ഏത് രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നതെന്നും അതുപോലെ അതെങ്ങനെ കണ്ടുപിടിക്കാം അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ഒക്കൾട്ട് സിംബൽസ്, സാത്താൻ്റെ ചില സിംബൽസുകൾ ഇന്ന് അവരുടെ ശരീരത്തെ ടാറ്റു ചെയ്യുന്നുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ഇൻ്റർനെറ്റിൽ പോയാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ അത് 1-2 സ്ലൈഡുകൾ ഞാൻ ഇന്നത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല, കാരണം ഒരുപാട് ഇതുള്ളതുകൊണ്ട് ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, നമുക്കത് കാണാവുന്നതാണ്. ഇതിൽ ആദ്യം കാണുന്നത് ബാഫോമെറ്റ് എന്ന് പറയുന്ന ഒരു ചിഹ്നമാണ്. ബാഫോമെറ്റ്, ഈ ബാഫോമെറ്റ് എന്ന് പറയുന്ന ഒരു ആടിൻ്റെ തലയൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പലാണ്. അതിനകത്ത് കാണുന്ന ആടിൻ്റെ തലയൊക്കെ വെച്ചിട്ടൊരു സിമ്പൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ചിലർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഉള്ളതാണ് പെൻഡക്കിൾ എന്ന് പറയുന്നത്. പെൻറ്റാഗ്രാം എന്നും പെൻഡക്കിൾ എന്നുമൊക്കെ പറയും. അത് ഒരു 5 പോയിൻറ്റഡ് സ്റ്റാർ ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് സിമ്പിളാണ്. അത് മാജിക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ്. അത് വിൻഡ്, ഫയർ, എർത്ത്, വാട്ടർ ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യമായിട്ടാണ് പറയുന്നത് പെൻറ്റാഗ്രാം. പെൻറ്റാഗ്രാം എന്നും പറയുന്നു, പെൻഡക്കിൾ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഇൻവേർട്ടഡ് പെൻഡക്കിളും പെൻറ്റാഗ്രാമും അവിടെ കാണാം. അതെല്ലാം അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് യൂണിക്കേഴ്സൽ ഹെക്സാഗ്രാം. അതും പൈശാചികമായിട്ടുള്ള ഒരു ചിഹ്നമാണ്. പിന്നെ സോളാർ ക്രോസ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. പിന്നെ ഈ ഹോൺഡ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് അവർ തമ്മിലുള്ള ഒരു റെക്കഗ്നിഷനാണ്. ആരാ? സാത്താൻ്റെ മക്കൾ തമ്മിലുള്ള ഒരു റെക്കഗ്നിഷനാണ് ഹോൺഡ് ഹാൻഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു മെസ്സേജ് ഓഫ് നെഗറ്റീവ്സുമാണ് കാണുന്നത്. നിങ്ങൾക്കതിൽ കാണാം പെൻറ്റാഗ്രാം, അതുപോലെ ട്രൈക്വട്ര, ഔറോബ്രോസ്, ലേവിയാഥാൻ ക്രോസ്, ഇതെല്ലാം നിങ്ങളവിടെ കാണുന്നുണ്ട്. ലേവിയാഥാൻ ക്രോസ്. പിന്നെ വീണ്ടും കാണുന്നതാണ് ആങ്ക് എന്ന് പറഞ്ഞ്. അത് സാധാരണ എല്ലാവരും കാണുന്നൊരു സാധനമാണ് ആങ്ക് എന്ന് പറഞ്ഞ്. അതൊരു ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സിമ്പിളാണ്. ഫെർട്ടിലിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ഈജിപ്ഷ്യൻ സിമ്പിളാണ്. അതിൻ്റെ ടോപ്പ് പോർഷൻ ഫീമെയിലും ലോവർ പോർഷൻ മെയിലും ആയിട്ട് കാണുന്ന ഒന്ന്. സാധാരണ ഇതിനകത്ത് കാണുന്ന പല ലോക്കറ്റുകളിലും ഈ ചിഹ്നം കാണാം. അതുപോലെ ക്രോസ് ഓഫ് സെൻറ്റ് പീറ്റർ, ഈ പത്രോസിൻ്റെ കുരിശ് തല കുനിച്ചിട്ടില്ലേ പത്രോസിനെ ക്രൂശിച്ചേ, അതുകൊണ്ട് ആ രീതിയിലെ ക്രോസ് ഓഫ് പീറ്റർ. ഇത് കൂടാതെ ഒരുപാട് സാധനങ്ങളുണ്ട്. വേറെ ഒരു ഇതിനകത്ത് ഞാൻ കാണിച്ചത് ഒരു 10-28 ഉണ്ട്. ഇത് കൂടാതെ തന്നെ 10-28 നിങ്ങൾക്ക് കാണാം. ഞാനത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് സാധനങ്ങളാണ്. ഇതെല്ലാം ഈ നാളുകളിൽ കാണുന്നതാണ്. ബ്ലഡ് റിച്വൽ ഉണ്ട്, ബ്ലാക്ക് മാസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഡയാന ലൂസിഫർ ഉണ്ട്, പിന്നെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ഉണ്ട്, FFF എന്ന് പറയുന്നത് 666 എന്ന് പറയുന്ന നമ്പർ, പിന്നെ സ്വസ്തിക, ബ്രോക്കൺ ക്രോസ്, നിയോ നാസീസ് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സിമ്പിൾസ്. ഈ 2 ടൈപ്പ് ഞാൻ ഇത്രേ കാണിച്ചുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയാൽ ഒരുപാട് കാണാനായിട്ട് സാധ്യമാകും. എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ സാധനങ്ങളൊക്കെ ഇന്ന് ടീഷർട്ടിനകത്ത് ഒരുപാടുണ്ട്, അതുപോലെ ഈ ഇടുന്ന ലോക്കറ്റിലുണ്ട്. ഇതിനകത്ത് 2ലും ഇല്ലെങ്കിൽ ഈ സാധനങ്ങളാണ് ഇന്ന് കൂടുതലും ഐഡൻറ്റിറ്റി പോലെ ഈ ശരീരത്തിൽ ടാറ്റു ചെയ്ത് വെക്കുന്നത്. ടാറ്റു എന്ന് പറയാൻ നമ്മൾ അറിയത്തില്ല, എന്താ ഈ ടാറ്റു ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ. ഇത് വാട്ട് ഈസ് ദിസ് ഈസ് എ ഗേറ്റ് വേ ടു സേറ്റൻ. ഇത് നമ്മുടെ ശരീരത്തിൽ അടിച്ചു കഴിയുമ്പോൾ എന്താ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്? ഞാൻ നിൻ്റെ വകയാണ്. ആരുടെയാ? സാത്താൻ്റെ വകയാണ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് അവനെ സീൽ ചെയ്തിരിക്കുക. അവനെ സീൽ ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വകയാണെന്ന്.
യോഹന്നാൻ 1:12 എന്തോ പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. ദൈവമക്കളാണ്. ദൈവമക്കളിൽ ഇരുട്ടില്ല, അവനിൽ ഒട്ടും ഇരുട്ടില്ല. കാരണം വെളിച്ചമാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മക്കളാണ്. അവർ പലരും പോയിട്ട് ഈ സാറ്റാനിക് ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയി സാത്താൻ്റെ മുദ്ര ഏറ്റെടുത്തിട്ട് പിശാചിൻ്റെ ഗേറ്റ് വേ ആയി തീർന്ന് അവൻ തുടങ്ങുകയാണ്. അവൻ ആദ്യം തുടങ്ങുന്ന ബിരിയാണിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ തമാശ രൂപേണ ബിരിയാണിയും തുടങ്ങി ഇങ്ങനെ വന്ന് അവസാനം പച്ചവെള്ളത്തിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. ദൈവം എപ്പോഴും പ്രോഗ്രസീവായിട്ട് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴേ അവൻ കാണിക്കും, വലിയ കാര്യങ്ങൾ കാണിക്കും. യേശുവിനെ കാണിച്ചതല്ലേ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ വേണ്ട, ആ കാണുന്നതെല്ലാം നിൻ്റേതാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളെയും ആ രീതിയിലാവും, നിനക്ക് വലിയ ഭാവി വരും എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് ഈ ഭാവി അതിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേക്ക് നമ്മളെ ഒരു ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുവന്ന് അവസാനം രക്തം ചിന്തി, യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ രക്തം ചിന്താനായിട്ട് അത് കാരണമായി തീരും. പിശാച് ആ അറ്റം വരെ പോകും. അത് ഞാൻ ഈ പറഞ്ഞ എല്ലാം ഇവിടെ നിർത്തുകയാണ്. അന്നേരം ഇതിൽ കൂടുതലൊന്നും എനിക്കിതിനകത്ത് പറയാനായിട്ടില്ല. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഞാൻ പറയട്ടെ, അറൗണ്ട് 40% എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. കാരണം അവിടെ പ്രയോറിറ്റി ഈസ് ഡിഫറെൻറ്റ്. പള്ളിയിൽ പോകുന്നവരുടെ തന്നെ ഒരുപാട് പേര് ഇന്ന് പള്ളിയിലൊക്കെ വരും, പള്ളിയിൽ അവരുടെ കൂടെ പിശാചും കാടും. പള്ളിയിൽ അവർ കാരിയേഴ്സാണ്, അവർ കാരിയറുമായിട്ട് പോവാണ്. അവിടെ ഉള്ളിൽ ഇരിപ്പൊക്കെ എന്താണ്? സ്തോത്രം. ഞാൻ അത്രയും ക്രിട്ടിക്കലായിട്ട് ജഡ്ജ് ചെയ്യുന്നില്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് പേരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ ഭയത്തോടുകൂടിയും വിറയലോടുകൂടിയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നമ്മളായിരിക്കും. അല്ലെങ്കിൽ തല കൊണ്ടുവച്ച് കൊടുത്താൽ പിശാചിൻ്റെ ഗേറ്റ് വേ ആണ്. ഈ മരത്തിൻ്റെ കീഴിലുള്ള ആരാധനയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. മരമുള്ള പലയിടത്തും, ഞാൻ പണ്ട് ഈ കാസർഗോഡ് സൈഡിലൊക്കെ വർക്ക് ചെയ്തപ്പോഴേ എല്ലാ ഭവനത്തിലും ഒരു വർഷിപ്പുണ്ട്. അവിടെ ഒരു തുളസിത്തറയോ അല്ലെങ്കിൽ മരമോ വെച്ചിട്ട് അവിടെ ഒരു വിളക്ക് കത്തിച്ച് എന്നും വൈകിട്ട് അവിടെ പോയി തൊഴി ആരാധിക്കുകയും ചെയ്യും. ആരാധന ഭയങ്കര ഇഷ്ടമായി പിശാചിന്. അവനവിടെ കയറും. അവനൊരു ആരാധന കിട്ടുകയാണെങ്കിൽ അവനവിടെ കയറും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ അത് ഭയങ്കര കുളമാക്കി വരും. ഒഴിച്ചു വിട്ടേക്കരുത്. അവിടെ എല്ലാം ദൈവവചനം നിറയ്ക്കണം. പിശാച് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഒഴിഞ്ഞു കിടന്നുള്ള ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാമല്ലോ. ബൈബിളിൽ പറയുന്ന എക്സാമ്പിൾസ് നമുക്കറിയാം. അവിടെ ഞാൻ ഇനി പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ട് എടുക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പൈശാചി അറ്റാക്കിൽ നിന്ന് വിടുതലായിട്ടുള്ളൊരു ഡെലിവറൻസ് പ്രെയറാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പുകളായിട്ട് എന്നോട് കൂടെ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലെ ഉപവാസവും പ്രാർത്ഥനയോടുകൂടിയും ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് പ്രത്യേകിച്ച് കൺഫെഷനും റിനൗൺസിയേഷനുമാണ്. ഈ കൺഫെഷനും റിനൗൺസിങ്ങിലും ഒരുപാട് പിശാചുക്കൾ വിട്ടുപോകും. നമ്മുടെ പാപങ്ങൾ ദൈവത്തിൽ ഏറ്റുപറയുകയും നമ്മുടെ അൺഫോർഗീവ്നെസ് ഏറ്റുപറയുകയും നമ്മുടെ മുൻ പിതാക്കന്മാർ അല്ലെങ്കിൽ അതിന് ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഒരു ഗേറ്റ് വേ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇന്ന് കാൽവറി ക്രൂശിൻ്റെ കീഴിൽ നമ്മളെ സമർപ്പിച്ച് അതിൽ നിന്നൊക്കെ ജയമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ വിടുവിക്കും, നമ്മുടെ തലമുറകളെ വിടുവിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കമായി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ അതോടുകൂടി നമ്മളെ ഈ കുഞ്ഞുങ്ങളെ പിശാചിൻ്റെ അറ്റാക്കിൽ നിന്ന് വിടുവിക്കുന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുകയും അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4-5 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ അവർ പറയും, കുഞ്ഞുങ്ങൾ പറയും, റൂമിൽ ഏതെങ്കിലും ആത്മാവിൻ്റെ രൂപിയുടെ സാന്നിധ്യം. കാരണം അവർക്കത് ഫീൽ ചെയ്യും, പേടി പോലെ തോന്നും. അതിനകത്ത് എന്തോ ഒരു ആത്മാവുണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് തോന്നും. രണ്ടാമത്,
ഒരു സാങ്കല്പിക സുഹൃത്ത് അവരോട് സംസാരിക്കുന്നതായിട്ട് അവർ കേൾക്കും. ഒരു സാങ്കല്പിക സുഹൃത്ത്, അവർക്കറിയത്തില്ല, ആരോ അവരോട് സംസാരിക്കുന്നു. അതുപോലെ ചില ശബ്ദങ്ങൾ അവർ കേൾക്കും, തലയിലെ ചില ശബ്ദങ്ങൾ കേൾക്കും. തെറ്റിലേക്ക് നയിക്കുന്ന ചിന്തകൾ എപ്പോഴും അതിൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഏതെങ്കിലും പൈശാചികമായിട്ടുള്ള കളികളിലെ കൂട്ടുകെട്ടുകളിൽ അകപ്പെടും. ഡ്രഗ്സ്, പ്രോണോഗ്രഫി അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഗെയിംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ അകപ്പെട്ടിട്ടുണ്ട്. ഇത് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അവരുമായിട്ട് അത്രയും ഫ്രണ്ട്ഷിപ്പിലാണ് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ സൈറ്റാനിക് വർഷിപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഭവനത്തിലും ഉണ്ട് സൈറ്റാനിക് വർഷിപ്പിൽ, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലത്തോ അവർ പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അവർ ക്ലിയറായിട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള 7 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഈ എല്ലാ ഈ ഇങ്ങനെയുള്ള സ്പിരിച്വൽ കൗണ്ടർ ഫീറ്റ്സിനെ റിനൗൺസ് ചെയ്ത് ദൈവസേനയിൽ ഏറ്റുപറയുക. അത് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് റിയലൈസ് ഇറ്റ്. ഇത് നമ്മൾ റിയലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ അൺഫോർഗീവ്നെസ്, നേരത്തെ ഞാൻ പറഞ്ഞു അൺഫോർഗീവ്നെസ്സിൻ്റെ കാര്യം ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ്. എങ്ങനെയാണ് ഈ അൺഫോർഗീവ്നെസ്? നമ്മൾ ക്ഷമിക്കാതെ ഇപ്പോഴും മനസ്സിൽ പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളോട് പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷമിക്കാതിരിക്കുക, മറക്കാതിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കൊച്ച് ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് 6 മാസവും ആ ഗ്ലാസ് പൊട്ടിച്ചു, ഞാൻ അതുകൊണ്ട് എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിലേ തരുള്ളൂ എന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സിൽ ആ അൺഫോർഗീവ്നെസ്, അപ്പൻ എന്നോട് ക്ഷമിച്ചിട്ടില്ല, അമ്മ എന്നോട് ക്ഷമിച്ചിട്ടില്ല എന്നുള്ള അൺഫോർഗീവ്നെസ്. അത് ഞാനൊന്ന് ക്ലാരിറ്റി പറയുകയാണ്. ഏതെങ്കിലും ഒരു കുറ്റം കൊച്ച് ചെയ്തു പോയി, അടുത്ത 6 മന്ത്സിൽ അതിനെ നാഗ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഈ അൺഫോർഗീവ്നെസ് ആ കൊച്ചിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ ഊഷ്മളതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം. അതുപോലെ ഞാൻ പറയാം, കൺഫസ് ആൻഡ് റിനൗൺസ് സ്പിരിച്വൽ കൗണ്ടർ ഫീറ്റ്സ്, കൺഫസ് ആൻഡ് റിനൗൺസ് അൺഫോർഗീവ്നെസ്. ഇതുപോലെ തന്നെ കൺഫസ് ആൻഡ് റിനൗൺസ് പ്രൈഡ്. എന്തെങ്കിലും നിഗളം ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് റിനൗൺസ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും മുറുകെ പറ്റുന്ന പാപങ്ങൾ വന്നിരിക്കുന്നുണ്ട്, കൺഫസ് ആൻഡ് റിനൗൺസിങ് അതർ നോൺ സിൻസ്, അറിയാവുന്ന പാപങ്ങൾ ദൈവസേനയിൽ ഏറ്റുപറയുക. അതുപോലെ നേരത്തെ പറഞ്ഞ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ പൂർവ്വ പിതാക്കന്മാർ, നമുക്കറിയത്തില്ല, ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഗർഭത്തിലിരിക്കുമ്പം തന്നെ ശപിച്ചിട്ടുള്ള കേസുകളുണ്ടാവും ഈ കുഞ്ഞ്, അല്ലെങ്കിൽ അവനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ പിശാച് ഏറ്റെടുത്തിട്ടുണ്ട്. നീ നശിച്ചു പോകത്തേ ഉള്ളെന്ന് ചിലപ്പം കൊച്ചുങ്ങളെ ശപിച്ചിട്ടുണ്ടാവും. അതൊക്കെ റിനൗൺസ് ചെയ്യണം. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വല്യപ്പൻ പറഞ്ഞിട്ടുണ്ടാവുന്നെങ്കിൽ അതെല്ലാം റിനൗൺസ് ചെയ്യണം. റിനൗൺസ് ഓൾ ദ സിൻസ് ഓഫ് ആൻസിസ്റ്റേഴ്സ്. അതുപോലെ ഏതെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈ ഉണ്ടെങ്കിൽ അതെല്ലാം റിനൗൺസ് ചെയ്യണം. അതെല്ലാം റിനൗൺസ്. 6 കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. 7ാമത് ഡിക്ലെയർ ദാറ്റ് യു ആർ ഗോഡ്സ് ചൈൽഡ്. ദൈവത്തിൻ്റെ സത്യം നിങ്ങൾ വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ കുഞ്ഞിനെ ദൈവകരങ്ങളിലോട്ട് സമർപ്പിക്കണം. എന്ന് വെച്ചാൽ മാതാവും പിതാവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ കുഞ്ഞിനെയും അതേ ഫെലോഷിപ്പിൽ കൊണ്ടുവന്നിട്ട് പിശാചിൻ്റെ എല്ലാ ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തത്താൽ ഉള്ള വിടുതൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാ പൈശാചിക ശക്തികളെയും ഈ കുഞ്ഞിൻ്റെ ദേഹത്തുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ളതും ബന്ധിച്ച് പ്രാർത്ഥിക്കുക. അതിന് വേറൊരു കാര്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ പിശാചിന് ഗേറ്റ് വേകൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയുക. നമുക്കറിയാം കർമ്മേൽ പർവ്വതത്തിൽ നടന്നത് എന്താണെന്ന്. അശേരത്ത് പ്രതിഷ്ഠകളെല്ലാം ചുട്ടുകളഞ്ഞ കാര്യങ്ങളും എല്ലാം അറിയാം. പഴയ നിയമത്തിലുള്ള, പുതിയ നിയമത്തിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ പിശാചിന് കയറാനുള്ള സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുപോയി ചുട്ടുകളയുക. എന്നിട്ട് നിങ്ങളെയും കുടുംബത്തെയും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന എന്നോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു വിടുതൽ വരും. തലയ്ക്ക് കൈയും കൊടുത്ത് പെരയ്ക്കകത്ത് കയറി കതവടച്ചിരിക്കുന്ന പയ്യൻ പിറ്റേന്ന് ഇറങ്ങി വന്ന് അപ്പ അമ്മയെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരും. വിശ്വാസത്തിൽ ഞാനത് കാണുന്നു, അത് ഏറ്റെടുക്കുക. ഇന്ന് 40% പേരും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പോലും അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് ഡിപ്രഷനിലും പല ബോണ്ടേജുകളിലും പല കെട്ടുകളിലും അകപ്പെട്ട നിരാശയിലും നെടുവീർപ്പിലും കഴിയുന്ന അനേകം പേരുണ്ട്.
ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ജോലിയൊന്നും ശരിയാവുന്നില്ല, മുമ്പോട്ടുള്ള പ്രയാണം എല്ലാം പിന്നോട്ട് വലിക്കുക, ഒന്നും നടക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല, കുഞ്ഞിന് നിരാശയാണ്, ഒന്നും പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 7 പോയിന്റുകൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. റിനൗൺസ് ഓൾ സ്പിരിച്വൽ കൗണ്ടർഫീറ്റ്സ്, റിനൗൺസ് ഓൾ അൺഫോർഗീവ്നെസ്, കൺഫസ് ഇറ്റ്, confess and renounce all pride, confess and renounce all your known sin. അതുപോലെ sin of your ancestors, renounce it, renounce all lie. അതുപോലെ ഡിക്ലെയർ ദാറ്റ് യു ആർ ഗോഡ്സ് ചൈൽഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് ഡിക്ലെയർ ചെയ്ത് ആ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടൊന്ന് ഏറ്റു പറയുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്നോട് ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ആ ഡിവൈസിലോട്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഏത് തലത്തിലുള്ള കുഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ 1 വയസ്സ് പ്രായമുള്ളതായിരിക്കാം, ചിലപ്പോൾ 25 വയസ്സുള്ള യൂത്ത് ആയിരിക്കാം. നിങ്ങളുടെ മകനും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയൊരു ഡെലിവറൻസ് ഈ ദിവസങ്ങൾ വരും. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു സ്പെഷ്യൽ പ്രെയർ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. കർത്താവേ, നിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നീ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ സാത്താന്യ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ റിബ്യൂക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. We bind all powers of Satan in the children of those who are attending and hearing this message. കർത്താവേ, ഇത് കാണുന്നവരുടെയൊക്കെ ജീവിതത്തിലെ നീ വലിയ വിടുതൽ കൊടുക്കുകയും ഇന്ന് സാത്താൻ്റെ ശക്തികളെ ബന്ധിക്കുകയും ചെയ്യുന്ന ഓർത്ത സ്തോത്രം. കർത്താവേ, ഏതെങ്കിലും രീതിയിൽ സാത്താന്യ പ്രവർത്തനങ്ങൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഗേറ്റ് വേ ഉണ്ടെങ്കിൽ, കർത്താവേ, അതെല്ലാം എടുത്ത് നിന്ന് തീയിലിട്ട് ചുട്ടുകളവാൻ കർത്താവെ നീ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ സന്നിധിയിലെ കുടുംബമായിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ ആ വലിയൊരു ജയം അതിൽ പ്രാപിപ്പാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ദൈവസന്നിധിയിലെ കളങ്കമില്ലാതെ കാക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ മുഴുവനായിട്ട് ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ രക്തം സ്പ്രിങ്കിൾ ചെയ്ത് കർത്താവിൻ്റെ ബ്ലഡിൻ്റെ ആ വലിയ ശക്തിയിൽ കർത്താവെ അവരെ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദോഷത്തിൽ നിന്നും അവരെ അകന്നു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും കർത്താവെ നിൻ്റെ വലിയ സമാധാനവും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും എന്നവിടെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ തന്നെ കർത്താവെ, ഏതെങ്കിലുമൊക്കെ മാർക്കുകൾ ശരീരത്തിൽ വെച്ചിരിക്കുന്നവരെ, ഏതെങ്കിലും സൈറ്റാനിക് ഗേറ്റ് വേകൾ ശരീരത്തിൽ വെച്ചിരിക്കുന്നവരെ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കട്ടെ, അതെല്ലാം എടുത്തു മാറ്റക്കളയട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നോട് ചേർന്ന് നിന്നിത് കാണുകയും പ്രാർത്ഥിക്കുകയും ഈ കഴിഞ്ഞ 6 എപ്പിസോഡുകൾ പിശാച് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന, കുടുംബങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതെല്ലാം കർത്താവേ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതങ്ങൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിയ റിലീസ്, ഒരു വിടുതൽ ഇന്ന് രാത്രികാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ആ വലിയ വിടുതൽ ഇന്ന് രാത്രികാലം ആ ഭവനങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നീ ചെയ്ത കൃപകൾക്കായിട്ട് സ്തോത്രം. നീ അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർമാനമായിട്ട് ഇനി ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഫാമിലീസായിട്ട് ബന്ധപ്പെട്ട് ഫൈനാൻസ്, അതുപോലെ ഫാമിലിയിലെ ഇപ്പോഴത്തെ ഉള്ള നിലവിലുള്ള LGBTQ കാര്യങ്ങൾ, ഇതെല്ലാം സംസാരിക്കാനുണ്ട്. പിന്നെ കുറച്ച് ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴേ ഫാമിലി സീരീസ് തീരുള്ളൂ. എന്നോടുകൂടെ നിങ്ങളായിരിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.